ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ബോക്സ് ബോക്സ് ഫുട്ബോൾ. അപ്പം അതേ പറയാം, പനിയൊക്കെയാണ്. അപ്പം അധികം ശബ്ദമൊന്നും കാണില്ല. ഇടയ്ക്ക് ഞാൻ എന്നൊക്കെ വെക്കുമായിരിക്കും. പക്ഷേ പനിയൊക്കെ ആയാലും കളിയൊക്കെ കണ്ടല്ലേ പറ്റുള്ളൂ. കളി കണ്ടു. കാരിക്ക് ഇപ്പോഴും 11 പേരുടെ എഗെയിൻസ്റ്റ് അൺബീറ്റൺ ആണ് കേട്ടോ. ജോക്സ് അപ്പാർട്ട്, നമ്മൾ എനിക്ക് ഫാൻസിൻ്റെ ഫ്രസ്ട്രേഷൻ മനസ്സിലാവും. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഇത് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരുന്നില്ലേ? അല്ലെങ്കിൽ ഇന്ന് ന്യൂകാസിൽ ഇല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം വില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം ഞാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരുന്നു. അതിൽ കഴിഞ്ഞ 2-3 കളികളിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, വി ടേക്ക് ദ 3 പോയിൻറ്റ്സ്. നന്നായിട്ട് കളിച്ചില്ലെങ്കിലും ഇത്തവണ ആ വി ടേക്ക് ദ 3 പോയിൻറ്റ്സ് ഇല്ല. അതിൽ ഏറ്റവും എന്താ പറയുക, ഏറ്റവും നമുക്ക് ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 60-70% ഫാൻസിന് മനസ്സിലായാണ് ഇന്ന് തോറ്റിരുന്നെങ്കിലും. പക്ഷേ 10 പേരോടെ തോറ്റു എന്ന് പറഞ്ഞതോടുകൂടി നമ്മുടെ ഫാൻസ് എല്ലാം ഒരു 30% ഇനിയിപ്പം ആർക്കും സമാധാനം കാണില്ല. പക്ഷേ ബാക്കി എല്ലാവരും എക്സ്പ്ലോഡ് ചെയ്യുകയാണ്. അതായത് 10 പേരുടെ കൂടെ തോറ്റിരിക്കുന്നതെന്ന്. നമ്മൾ ഈ സീസണിൽ 2ാമത്തെ തവണയാണ് 10 പേരുടെ കൂടെ തോക്കുന്നത്. അതും ഭയങ്കര എന്താ പറയുക, എവർട്ടൻ്റെ കൂടെയും ചെൽസിയുടെ കൂടെയും ടോട്ടനത്തിൻ്റെ കൂടെയും ക്രിസ്റ്റൽ പാലസിൻ്റെ കൂടെയും എന്താ ഇപ്പം ന്യൂകാസിലിൻ്റെ കൂടെ എല്ലാ പ്രാവശ്യവും നമുക്ക് റെഡ് കിട്ടുക, അതും ഫസ്റ്റ് ഹാഫിൽ തന്നെ റെഡ് കിട്ടുക എന്ന് പറയുന്നത് വളരെ റെയറായിട്ട് കിട്ടുന്ന സാധനമാണ്. അതിൽ നമ്മൾ ആകെപ്പാടെ 3 കളിയാണ് ജയിച്ചാൽ, ബാക്കി 2 കളിയും നമ്മൾ ഓൾമോസ്റ്റ് സെക്കൻഡ് ഹാഫ് ഫുള്ള് 10 മെനായിട്ട് ചുരുങ്ങിയിട്ട് പോലും നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്തിട്ടില്ല. അപ്പം കഴിഞ്ഞ കളിയിൽ ക്രിസ്റ്റൽ പാലസ് ആയിട്ടായിക്കോട്ടെ, ടോട്ടനം ആയിക്കോട്ടെ, നമ്മൾ 11 പേര് വേഴ്സസ് 10 കളിക്കുന്ന പോലെ എനിക്കൊന്നും തോന്നിയിട്ടില്ലായിരുന്നു. എനിക്കറിയില്ല എവിടെയാണ് പ്രശ്നമെന്ന്. സ്റ്റിൽ ഞാൻ പറയുകയാണ്, നമ്മുടെ സ്ക്വാഡ് ഡെപ്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര നാരോ ആണ്. അതൊക്കെ നമ്മൾ ബോർഡിനെ തന്നെ പറയണം. ജനുവരിയിൽ അഡീഷൻസ് ഇല്ല. എന്തുകൊണ്ട്? നമ്മളെന്തായാലും എല്ലാത്തൊന്നും പുറത്തായില്ലേ, പിന്നെ ജനുവരി അഡീഷൻസ് ഒന്നും വേണ്ടല്ലോ. ഇനിയിപ്പോൾ 10 ദിവസം കഴിഞ്ഞാണ് കളി. ഞാൻ ചോദിക്കുന്നത്, ന്യൂകാസിൽ UCL പ്ലേ ഓഫ് കളിച്ചിട്ടാണ് വരുന്നത്. ഒന്നുമില്ലെങ്കിൽ ആ കറാബാഗൊക്കെ പോയി കളിച്ചിട്ട് തിരിച്ചു വരണ്ടേ? അപ്പം ഇതെല്ലാം ഫിസിക്കലി ഒരു സാധനം തന്നെയല്ലേ, അതായത് ഫിസിക്കലി ഇൻപുട്ട് കൊടുക്കുന്ന സാധനം തന്നെയല്ലേ. അവർ വീക്കെൻഡിലും വീക്ക് ഡേയിലും എല്ലാം കളിക്കുന്നുണ്ട്. എന്നിട്ടും അവർ 10 പേരായിട്ട് ചുരുങ്ങിയിട്ട് പോലും ഒരൊറ്റ സെക്കൻഡിൽ പോലും എനിക്കത് ഫീൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതായത് അവർ 10 പേരാണെന്ന്. അവർ ഒന്നാമത്തെ കാര്യം, ന്യൂകാസിൽ ഈസ് എ വെരി വെരി, അതായത് പ്രീമിയർ ലീഗിലെ ഇപ്പോഴത്തെ ഏറ്റവും ബെസ്റ്റ് ഫിസിക്കൽ ടീമാണെന്ന് വെച്ചാൽ ഞാൻ പറയും ന്യൂകാസിലാണെന്നാണ്. ബ്രൂണോ ഗിമറസും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ തീർന്നേനെ. ഇന്ന് 11 പേരില്ലാത്ത ഭാഗ്യം ഞാൻ ആലോചിച്ചു സെക്കൻഡ് ഹാഫ് ഉണ്ടാകും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട് റൺ ചെയ്യാണ്. മിഡ്ഫീൽഡിലൊന്നും ഒന്നും ചെയ്യും. ഇപ്പോൾ നമ്മുടെ പ്ലേയേഴ്സിനെ ആയിട്ട് പറഞ്ഞാൽ കസമീറ ഗോൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ കസമീറ ഒക്കെ ഭയങ്കര ടൈം എടുത്താണ് ബോൾ റിലീസ് ചെയ്യുന്നത്. ബോൾ കാലിൽ വരുന്നത് നോക്കി റിലീസ് ചെയ്യുന്ന സമയത്ത് ഗോർഡനോ ആരെങ്കിലും ഒരാൾ അലാങ്കയോ ആരെങ്കിലും വന്ന് ഡിസ്പോസസ് ചെയ്ത് ചുമ്മാ എടുത്തുകൊണ്ട് പോകണം ബോളൊക്കെ. പിന്നെ മിഡ്ഫീൽഡ് അറിയാലോ, ജേക്കബ് റാംസി കളിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ജേക്കബ് റാംസി, ടൊണാലി, ജോയലിൻ്റൻ അങ്ങ് കയറി മേയുമായിരുന്നു. ഇപ്പം ജേക്കബ് റാംസി പോയതിനു ശേഷം അടുത്ത ആൾ വന്നു, ജോ വില്ലോക്ക് വന്നു. ഫസ്റ്റ് മിനിറ്റ് തൊട്ട് വില്ലോക്ക് ഇടുന്ന എഫേർട്ട് കാണുക. ഈ 3 പേരും കൂടെ തീർത്ത് വിടുമായിരുന്നു. ആകെപ്പാടെ ഇന്ന് കളിയിൽ മര്യാദയ്ക്ക് കളിച്ചു എന്ന് എനിക്ക് തോന്നുന്നത്, അതായത് മര്യാദയ്ക്ക് കളിച്ചു എന്നല്ല, മിഡ്ഫീൽഡിൽ കോബിമേനോ ആയിക്കോട്ടെ, കെസമീറോ ആയിക്കോട്ടെ, കെസമീറോ അപ്പാർട്ട് ഫ്രം ദ ഗോൾ മോശമായിരുന്നു. പിന്നെ ആകെ ബ്രൂണോ ഫെർണാണ്ടസ് ഇന്ന് ഒരു അസിസ്റ്റ് നേടി. പിന്നെന്താ, അറ്റ്ലീസ്റ്റ് ബ്രൂണോ ഉള്ളിലോട്ട് ബോൾസ് എടുത്തിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിൽ യോറോടെ ഒരു സിറ്റർ മിസ് ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഒരുപാട് ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ബ്രൂണോ. അല്ലാത്ത പക്ഷം ഇപ്പോൾ ഉഗാർത്തെ ആയാലും സിർക്സി വാസ് ഗുഡ് വെൻ ഹി ഗെയിം എന്ന് എനിക്ക് തോന്നി. സിർക്സി ആൻഡ് അമാഡ് ഡിയാലോ എന്ന് പറയുന്ന ഇൻക്ലൂഷൻ 60ാം മിനിറ്റിനെ ഇറക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഈവൻ അത് പോട്ടെ, 10 പേരായിട്ട് ചുരുങ്ങി നിൽക്കുന്ന ഒരു ടീമാണ്. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, മിനിമം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ആദ്യമേ ഒരു അറ്റാക്കറിനെ വിടുക. ഓക്കെ ശരി, അത് ആദ്യം അറ്റാക്കറിനെ വിടണ്ട, അവരെങ്ങനെയാണ് ടീം സെറ്റ് ചെയ്യുന്നത് നോക്കിയിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞാണെങ്കിൽ ഇടാം. എംബൂമോ റിയലി ഹാഡ് ആൻ ഓഫ് ഗെയിം. എംബൂമോ ഒരു കിടിലൻ സിറ്ററൊക്കെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. എംബൂമോ ഇപ്പോൾ 2-3 കളിയായിട്ട് കുറച്ച് ഓഫാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എംബൂമോ മേ ബി അടുത്ത ബെഞ്ചിൽ ഇരുന്നിട്ട് അമാദ് കളിക്കട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം. അമാദിനെയും സിർക്സിയും 50-50 മിനിറ്റിലെങ്കിലും ഇറക്കേണ്ടതായിരുന്നു, 60 മിനിറ്റ് മാർക്കിലെങ്കിലും. അതുപോലെ തന്നെ അറിയില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഒന്നാമത്തെ എന്താ റെഡ് എന്ന് പറയുന്നത്, അത് റെഡ് ഐ മീൻ സെക്കൻഡ് യെല്ലോയ്ക്കുള്ളതൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് സിമുലേഷൻ ആണ് ഒബ്വിയസ്ലി, യെസ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് അവൻ അപ്പീൽ പോലും ചെയ്തില്ല. അവൻ അവിടെ കിടന്നിട്ട് എണീച്ച് പോകുന്നു. റഫറി എടുത്ത് ഒന്നും നോക്കിയോ അപ്പീലോ ഒന്നും ചെയ്തിട്ടില്ല. അതിനെ നമ്മൾ ക്ലവർലി അത് പ്രഷർ കൊടുത്ത് പൊട്ട റഫറി സെക്കൻഡ് യെല്ലോയും കൊടുത്ത് റെഡ് കൊടുത്ത് വിട്ടു. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഓക്കെ നമ്മൾ ഈ ഫസ്റ്റ് ഹാഫിലും കുറച്ച് ഷിറ്റിയായിട്ടാണ് കളിച്ചത്, എന്നാൽ ഈ കളിയും ചിലപ്പം 3 പോയിന്റ് കിട്ടിപ്പോയാൽ. മാത്രമല്ല ഈ കളിയുടെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 പോയിന്റ് കിട്ടിയിരുന്ന അപ്പുറത്ത് വില്ല തോറ്റു. അപ്പം ചെൽസിയും ലിവർപൂളിനെതിരെ 6 പോയിന്റ് വ്യത്യാസവും വില്ലയ്ക്കെതിരെ 3 പോയിന്റ് വ്യത്യാസമായിട്ട് ടോപ്പ് 3യിൽ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടിരിക്കുകയാണ്. പക്ഷേ വി ഓൾവേസ് ചൂസ് ദ ഡാർക്കസ്റ്റ് സൈഡ് ഓർ ഡാർക്കസ്റ്റ് വേ എന്ന് തന്നെ പറയാം. എന്താണ് ഫ്രണ്ടിൽ ഇപ്പോൾ കുഞ്ഞ വാസ് വെരി പ്രോമിസിങ് ഫസ്റ്റ് ഹാഫിൽ. പക്ഷേ ആസ് ഗെയിം ഫെയ്ഡഡ്, കുഞ്ഞ ഫെയ്ഡഡ് എന്ന് പറയാം. ആക്ച്വലി സെക്കൻഡ് ഹാഫിൽ
ഒരു മാൻ്റെ അഡ്വാൻറ്റേജ് നമ്മൾ യൂസ് ചെയ്തിട്ട് പോലും ഇല്ല. സിർക്സിയുടെ ഒരു ഷോട്ടുണ്ട്, അതിനിടെ റാംസ്ഡെയിൽ പ്രൈം ബഫണും ഇതൊക്കെ ആവില്ല, സ്വാഭാവികം. ഇറ്റ് വാസ് കമ്മിങ്, അതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ പ്രിറ്റൻഡ് കിട്ടുന്നൊരു കാര്യമില്ല. എന്തായാലും കളികൾ ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കളി നമ്മൾ ടോപ്പ് 4 ടോപ്പ് 5 വേണ്ടിയാണ് കളിക്കുന്നത്, UCL സ്പോട്ട് ഇട്ടാണ് കളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും കാലം തോക്കാതെ വന്ന് ഒരു കളി തോറ്റു, അത് നമുക്കൊക്കെ എടുക്കാൻ പറ്റണം. അതിൽ തോറ്റ രീതി 10 പേരോടെ തോറ്റു എന്നുള്ളത് ശരിയാണ്, അത് നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ച് പാടാണ്. പക്ഷേ ഈ ഒരു 10 ദിവസം മീഡിയക്കാർ എഴുതി വിടാനുള്ള എഴുതും. നമ്മൾ അനാവശ്യമായിട്ട് പരിപാടി ടോക്സിക് ആക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ കാരിക്കിന് പോരായ്മകളുണ്ട് എന്നുള്ളത് തുറന്നു കാട്ടിയൊരു മാച്ചാണ്. എഡി ഹൗ ഈസ് ഡെഫിനറ്റ്ലി എ ബെറ്റർ ടാക്ടീഷ്യൻ ദാൻ മൈക്കിൾ കാരിക്ക്. അത് തെളിയിച്ചിരിക്കുകയും കൂടെയാണ്. കാര്യം അവർ ഒന്നും അവരുടെ ഷേപ്പിന് പോലും ഒരു ചേഞ്ച് വരുത്തിയില്ല. അവർ ഹൈലൈനൊക്കെ കളിക്കായിരുന്നു സെക്കൻഡ് ഹാഫിൽ. ദേ വെർ സോ കോൺഫിഡൻറ്റ്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, അവരുടെ ഫിസിക്കാലിറ്റി കൊണ്ടായിരിക്കാം. നമ്മൾ ഭയങ്കര രീതിയിൽ ഒരു തണുത്ത രീതിയിലാണ്. ഈവൻ റെഡ് കാർഡ് കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ അവരെക്കാളും നമുക്കാണ് ഹാഫ് ടൈം വിസിൽ വരാനുള്ളൊരു ത്വര. അതായത് ഹാഫ് ടൈം വിസിൽ വരട്ടെ, ഹാഫ് ടൈം കഴിഞ്ഞിട്ട് മൈക്കിൾ കാരിക്കാണ് എന്തൊക്കെയോ പറയും, അത് കഴിഞ്ഞ് നമുക്ക് കളിച്ചു തുടങ്ങാം എന്നുള്ള രീതിയിൽ ലാപ്സിൽ വന്നപ്പോഴാണ് ഗോർഡൻ കസമീറ കണ്ട ബോൾ യൂസ് ചെയ്ത് ഗോർഡൻ എടുത്തുകൊണ്ട് പോകുന്നത്. എന്നിട്ട് അത് ഒരു പെനാൽറ്റി വാങ്ങിച്ചെടുക്കുന്നു, പെനാൽറ്റി അടിക്കുന്നു, നടുക്കൂടെ തന്നെ അടിച്ച് കയറ്റുന്നു ഗോർഡൻ. എന്നിട്ടും ഈവൻ ആ ഗോൾ കയറിയതിന് ശേഷം പോലും പ്ലെയേഴ്സിന് ഒരു ചൂടില്ല. പ്ലെയേഴ്സ് ഇപ്പം വിസിൽ വരും എന്ന് പറഞ്ഞിരിക്കുകയാണ്. മറ്റവൻ വിസിൽ അടിച്ചില്ല. ഭാഗ്യത്തിന് ആ സമയത്തൊരു ഫ്രീ കിക്ക് കിട്ടി, അത് കസമീറ തട്ടി. ഓക്കെ, ഇതുവരെ ഷിറ്റായിട്ട് കളിച്ചെങ്കിൽ സെക്കൻഡ് ഹാഫിൽ എന്തെങ്കിലും വരുമെന്ന് പ്രതീക്ഷിച്ചു. ആക്ച്വലി അബ്സല്യൂട്ട്ലി നത്തിങ്. ന്യൂകാസിൽ ഡിസേർവിംഗ്ലി വിന്നിങ്. അതായത് അവർ ആ 10 പേരെ ഇട്ട് എഫേർട്ട് ഇട്ടതിന് ഡിസേർവ്സ് ദാറ്റ് വേൾഡ് ഡി. പിന്നെ വേൾഡ് ഡിയിലാണ് തോറ്റത്. നമ്മുടെ ക്യാമിയോ അപ്പിയറൻസ് മലാസിയെ പറ്റി പറയണം. എവിടെ നിന്നാണോ ഇറങ്ങിയൊന്ന് കളിക്കുന്നതെന്ന് അറിയില്ല. ദാറ്റ് ഗൈ ഡെഫിനറ്റ്ലി നീഡ്സ് ടു ലീവ് പ്രീമിയർ ലീഗ്. യുണൈറ്റഡ് എന്നല്ല, പ്രീമിയർ ലീഗ് ലീവ് ചെയ്യേണ്ട സമയമായി. അയാൾ ഇവിടെ ഉള്ളതൊന്നുമല്ല, വല്ല ഡച്ച് ലീഗിലും പോയി തന്നെ കളിക്കട്ടെ. സീറോ ഫിസിക്കാലിറ്റി. അപ്പം ഇറങ്ങിയതേ ഉള്ളൂ, എന്നിട്ട് പോലും ഒന്ന് ഓടിപ്പിടിക്കാനോ. അയാളെ മാത്രം കുറ്റം പറയുന്നില്ല, എല്ലാവരും പൊതുവേ ഒരു ഓഫ് ഗെയിം ആയിരുന്നു എല്ലാവർക്കും. പക്ഷേ ഈ ഓഫ് ഗെയിം കുറച്ചായി വരുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ കൺസേണിങ്. ഞാൻ എപ്പോഴും പറഞ്ഞ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ, വി ഡിഡ്ന്റ് പ്ലേ ബട്ട് വി ഗോട്ട് 3 points എന്നായിരുന്നു കഴിഞ്ഞ 3 കളിയായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം വി ഡിഡ്ന്റ് പ്ലേ, നമുക്ക് 3 പോയിന്റ് കിട്ടിയില്ല, വി ഡ്രോപ്ഡ്. അപ്പോൾ എപ്പോഴും ചക്കിടുമ്പോൾ മുതൽ കാണണമെന്നില്ല, അതാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയിപ്പം കാരിക്കിൻ്റെ മേലുള്ള ചോദ്യങ്ങളും മറ്റത് കൂടും. നിങ്ങൾ 6-7 കളി അൺബീറ്റണായിട്ട് നിൽക്കുമ്പോഴത്തേക്കും, എന്നിട്ടൊരു ലോസ് കിട്ടുമ്പോഴത്തേക്കും, നിങ്ങൾ 7 കളിയിൽ അയാളെ അപ്രിഷ്യേറ്റ് ചെയ്തില്ലെങ്കിൽ ലോസിൻ്റെ സമയത്ത് നിങ്ങൾ അയാളെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. അപ്രിഷ്യേറ്റ് ചെയ്തെങ്കിൽ ഓക്കെ, പക്ഷേ അല്ലാത്ത പക്ഷം നിങ്ങൾ കുറ്റപ്പെടുത്താനുള്ള ഒന്നുമില്ല. ഇതിൽ വലിയൊരു പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലെറ്റ് us see, ലൈക്ക് ചിലർക്ക് കാരിക്ക് തുടരണമെന്നാണ് ആഗ്രഹം. ഞാൻ ഇത് പറഞ്ഞു, ഞാൻ ഈ സീസൺ കഴിഞ്ഞിട്ട് എന്തും എൻ്റെ അഭിപ്രായം പറയുള്ളൂ. കാര്യം കുറേ കാണാനുണ്ട്. ഇനി അതിലും വലിയൊരു പോയിന്റ് എന്ന് പറയുന്നത് ഈ വില്ല ഗെയിമാണ്. അടുത്ത വില്ല ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വില്ലയുടെ കൂടെ തോക്കേണ്ട ഗെയിമല്ലായിരുന്നു ഫസ്റ്റ്. അപ്പോൾ അതിനൊരു റിവെഞ്ച്, പ്ലസ് നമുക്ക് വില്ലയെ തോപ്പിച്ച് കഴിഞ്ഞാൽ ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. അപ്പം ഇതിൽ മെയിനായിട്ട് കാരിക്കിന് വരുന്ന ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ തോൽവിയിൽ നിന്ന് എങ്ങനെ കാരിക്ക് മുന്നോട്ട് വരും, അല്ലെങ്കിൽ കാരിക്കിൻ്റെ പിള്ളേരും ഈ തോൽവി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും. തോൽവിയിൽ നിന്ന് നിങ്ങൾ എങ്ങനെ മുന്നോട്ട് വരുന്നു, അതിനെ എങ്ങനെ അഡാപ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം ഒരു മൊമെൻറ്റം കിട്ടിപ്പോകുന്നത്, ഒരു മൊമെൻറ്റം നിന്നിട്ട് വീണ്ടും യു സ്റ്റാർട്ട് ഫ്രം ദ സ്ക്രാച്ച് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് കാരിക്കിന് എത്രത്തോളം കൺവിൻസിംഗ്ലി പ്ലെയേഴ്സിൽ എത്തിക്കാൻ പറ്റുന്നു എന്ന് നോക്കാം. കാരിക്ക് ആസ് എ ടാക്ടീഷ്യൻ ഈസ് സ്റ്റിൽ വെരി ഡൗട്ട്ഫുൾ, ബട്ട് എവറിബഡി ഹാസ് റൂം ഫോർ ഇംപ്രൂവ്മെൻറ്റ്സ്. സ്റ്റിൽ സപ്പോർട്ട് കാരിക്ക്, ടിൽ ദ എൻഡ് ഓഫ് ദ സീസൺ അറ്റ്ലീസ്റ്റ്. ചുമ്മാ അയാളെ പറ്റി എഴുതി വിടുന്ന ആർട്ടിക്കിളിലൊക്കെ പോയി ക്ലിക്ക് കൊടുക്കുക ഇരിക്കുക. വെറുതെ കിടന്ന ആൾക്കാരെ തെറി വിളിച്ചുകൊണ്ടിരിക്കാതിരിക്കുക. ഷെഷ്കോയ്ക്കൊന്നും ബോൾ പോലും ഫസ്റ്റ് ഹാഫിൽ കൃത്യമായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് വേറെ ഒന്നും വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഷെഷ്കോയ്ക്ക് എന്തെങ്കിലും ബോളെങ്കിലും ഇട്ട് കൊടുക്കുക. വിങ്ങിപ്പോകുന്ന ആരും ക്രോസ് ചെയ്യുന്നില്ല, ഒരു മനുഷ്യനും ക്രോസ് ചെയ്യുന്നില്ല. വിങ് ബാക്കുകൾ ഒരു ജോക്കാണ്. വിങ്ങേഴ്സ് എന്ന് പറഞ്ഞ അവന്മാരും മുന്നേ കുറച്ച് സെൽഫിഷൊക്കെ ആയിരുന്നു, കുറച്ച് ഇമ്പോസിബിൾ ആംഗിളിൽ നിന്ന് ഗോളൊക്കെ അടിക്കാൻ നോക്കിയായിരുന്നു. പക്ഷേ സംതിങ് അവൻ മാത്രം ചെയ്യുന്നുള്ളതായിരുന്നു, സംതിങ് ഫസ്റ്റ് ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ. സോ അതൊക്കെ തന്നെയാണ്. അടുത്ത കളി ഇപ്പോൾ ചെൽസി വില്ലനെ തോപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ചെൽസി ആൻഡ് ലിവർപൂൾ നമ്മൾ 3 പോയിന്റ് വ്യത്യാസമേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു 6 പോയിന്റ് വ്യത്യാസമുണ്ട് ചെൽസിയായിട്ട്. 2 തവണ നമ്മൾ തോറ്റാൽ പോലും എന്ന് പറഞ്ഞാൽ, അതിൽ 1 തവണ കഴിഞ്ഞു, ഇനി 1 തവണയും കൂടെ പറ്റുള്ളൂ. ചെൽസി ആയിട്ടുള്ള കളി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക്. അതുപോലെ തന്നെ നമുക്ക് ലിവർപൂളും വരുന്നുണ്ട്, വില്ലയും വരുന്നുണ്ട്. 3 കളികളും നമ്മുടെ ടോപ്പ് 5 കണ്ടൻറ്റേഴ്സിൻ്റെ കൂടെ വരുന്നുണ്ട്. വിച്ച് മീൻസ് ദാറ്റ് നമ്മുടെ വിധി നമ്മുടെ കൈകളിൽ തന്നെയാണ്. കളി ജയിച്ചേ പറ്റുള്ളൂ. അടുത്ത കളി ഡെഫിനറ്റ്ലി വി ഷുഡ് വിൻ. മാത്രമല്ല ലിവർപൂളിന് ഐ തിങ്ക് ഇറ്റ്സ് ടോട്ടനം, ചെൽസിക്ക് ന്യൂകാസിലാണ്.
ഇറ്റ്സ് വെരി ക്രൂഷ്യൽ. അത് തന്നെയാണ്. അതായത് ചെൽസി ആൻഡ് ന്യൂകാസിൽ ആൻഡ് ലിവർപൂൾ ആർ സ്റ്റിൽ ഇൻ ചാമ്പ്യൻസ് ലീഗ്. അത് നമുക്ക് വലിയൊരു നല്ല ന്യൂസാണ്. അവർ കപ്പടിക്കണമെന്നൊന്നുമല്ല, പക്ഷേ അവർ എത്രത്തോളം ഡീപ്പായിട്ട് ചാമ്പ്യൻസ് ലീഗ് പോകുന്നു അത്രയും അവർ ഫറ്റീഗും ഇഞ്ചുറീസോ അല്ലെങ്കിൽ പ്രീമിയർ ലീഗിൽ അവരുടെ പെർഫോമൻസ് കുറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളിവിടെ ഒന്നും ഇല്ലാതെ തന്നെ വീക്കെൻഡും വീക്ക് ഡേയും കളിച്ചിട്ട് നമുക്ക് പറ്റുന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ UCL കൂടെ ഉണ്ടാക്കാത്തതിൻ്റെ കുറവേ ഉള്ളൂ. UCL ഒക്കെ ഒരു മിനിമം 5-6 സൈനിങ്സ് ഇല്ലാതെയൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്കറിയില്ല, നാളെ തൊട്ട് വീണ്ടും വരും. ഇനി ബ്രൂണോനെ വിറ്റ് കാശാക്കാനേ ഇരിക്കുന്നുണ്ട് ചിലർ. എല്ലാ കളിയും കളിക്കുന്ന ബ്രൂണോയും ഡാലോ ഒക്കെയാണ് വിറ്റ് കാശാക്കിയിട്ട് ഇനിയിപ്പോൾ ആരെ കൊണ്ടുവരാമെന്ന് അറിയില്ല. കൊണ്ടുവന്നിട്ട് അവരെല്ലാം ഫിറ്റായിട്ടൊന്ന് ഇരുന്ന് കിട്ടിയാൽ മതിയായിരുന്നു. അത് എൻ്റെ ആഗ്രഹങ്ങളുള്ളൂ. ഇപ്പം വേൾഡ് ക്ലാസ് ഡിഫൻഡർ ഡിലിറ്റ് ഫോൺ വിളിച്ചാൽ പോലും കിട്ടാത്ത അവസ്ഥയിലാണ്. അതുകൊണ്ടോ നമ്മൾ ഈ ഇഞ്ചുറി ലിസ്റ്റും ഇഞ്ചുറി ടീമും വെച്ച് എന്ത് ചെയ്യും? ടോട്ടനമിൻ്റെ അവസ്ഥ കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പം ചാമ്പ്യൻസ് ലീഗിൽ അവർ കുറേ കൂടെ മുമ്പോട്ട് പോട്ടെ. അങ്ങനെയൊക്കെ തന്നെ നമുക്കിനി ഇങ്ങനത്തെ കുറേ പിൻവാതിൽ വഴിയൊക്കെ നമുക്ക് ടോപ്പ് 4 ടോപ്പ് 5 ഒക്കെ കിട്ടുള്ളൂ. നമ്മുടെ വില്ല നെക്സ്റ്റ് ഗെയിം വെരി ഇമ്പോർട്ടൻറ്റ് ഗെയിം. അതുപോലെ തന്നെ ലെറ്റ്സ് ഹോപ്പ് ദാറ്റ് ടോട്ടനം ആൻഡ് ന്യൂകാസിൽ പ്രൊഡ്യൂസ് സംതിങ് ഗുഡ് അഗെയിൻസ്റ്റ് ചെൽസി ആൻഡ് ലിവർപൂൾ. അപ്പം അത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ കമൻറ്റ് സെക്ഷൻ ഭംഗിയായി പൂർത്തിയാക്കുക. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. നമ്മൾ മാഡാവാതിരിക്കുക. എനിക്കറിയാം, ഞാനും മാഡായിരുന്നു. ഞാനിപ്പോൾ 1 മണിക്കൂർ വെയിറ്റ് ചെയ്തിരുന്നാണ്ട് വീഡിയോ ചെയ്യുന്നത്. മാഡൊക്കെ ആവാനുള്ള എല്ലാ അവകാശമുണ്ട്. പക്ഷേ എന്തായാലും തോക്കേണ്ട കളി എന്ന് കൂട്ടിയാൽ മതി. എന്തായാലും തോൽവി വരേണ്ടതായിരുന്നു. അതിപ്പം ലേറ്റായിട്ട് വന്നത് അത്രയും നല്ലത്. ഇനിയിപ്പം അതിൽ നിന്ന് ക്യാരിക്ക് എത്രത്തോളം വളരും അല്ലെങ്കിൽ വളയുമോ എന്ന് നമുക്കറിയാം. സോ ദാറ്റ്സ് ഇറ്റ്. ടേക്ക് കെയർ. ബൈ.